കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഇങ്ക് സ്പ്ലാഷ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. 5 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മാസ്ക് ടെംപ്ലേറ്റ് ആണിത്. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട വിധം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷൻ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കർസർ പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് മാസ്ക് അവസാനിക്കുന്ന ഭാഗത്തായി, അതായത് വൈറ്റ് സ്ക്രീൻ മാത്രമായി വരുന്ന പോയിന്റിൽ നിർത്തുക. കർസറിന് മുകളിൽ ചെറുതായി പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം പ്രസ് ചെയ്ത പോയിന്റിൽ ഒരു ബ്ലൂ ഡോട്ട് വന്നിരിക്കുന്നത് കാണാം. ഇതാണ് ബുക്ക് മാർക്ക്. അടുത്ത മാസ്ക് തുടങ്ങുന്ന പൊസിഷനാണ് ഇതിലൂടെ നാം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ കർസർ വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ടെംപ്ലേറ്റിലെ വൈറ്റ് സ്ക്രീൻ മാത്രമായി വരുന്ന പോയിന്റുകൾ ബുക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ എല്ലാ ബുക്ക് മാർക്കുകളും അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യത്തെ മാസ്കിനുള്ളിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ മാസ്കിനുള്ളിലായി വരേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമേജുകളും റീപ്ലേസ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും റീപ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെ ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.